അപ്പോൾ രണ്ടു കൂട്ടരും ഈ സൈനികമായിട്ടുള്ള തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാനുള്ള ഒരു നീക്കമായിട്ട് ഹോർമുസ് കടലിടുക്കിനെ അല്ലെങ്കിൽ ആ മേഖലയിലെ പരിസരത്തെ രണ്ടു കൂട്ടരും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്നുള്ളൊരു പ്രശ്നപരിഹാരം എന്നത് അത്ര എളുപ്പമാകാതെ പോകുന്നതും അതുകൊണ്ടാണ്. കാരണം അമേരിക്കയെയും ഇറാനെയും ഒരുമിച്ച് വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി പിന്നിട്ട ദിവസങ്ങളിൽ പാകിസ്ഥാൻ മാത്രമല്ല ഈജിപ്ത്, തുർക്കി, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഉൾപ്പെടെയുള്ളവരും സജീവമായിട്ടുള്ള നീക്കങ്ങൾ തുടരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ പോലും ഈ സൈനികമായിട്ടുള്ള പിടിവാശി ഉപേക്ഷിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് തയ്യാറാവുന്നില്ല. ഉപരോധം പിൻവലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചർച്ചയ്ക്ക് വരാൻ ഇറാൻ ഈ ഘട്ടത്തിൽ തയ്യാറാവും. പക്ഷേ ഒരു കരാറിലേക്ക് എത്തുക എന്നത് പിന്നെയും അത്ര എളുപ്പമാകില്ല. കാരണം യുറേനിയം സമ്പുഷ്ടീകരണം ഒരു ഭാഗത്തുണ്ട്, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ആവശ്യങ്ങൾ മറുഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ ഹോർമുസിന്റെ മേലുള്ള തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കപ്പെടണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉചിതമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭ്യമാകണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ രണ്ടു കൂട്ടരും 15 ഉപാധികൾ അമേരിക്കയും 10 ഉപാധികൾ ഇറാനും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പോലും സംഘർഷം മുന്നോട്ട് പോകട്ടെ എന്ന ഒരു നിലപാടിൽ തന്നെയാണോ? കാരണം കൂടുതൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ അത് മറ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കും, വെല്ലുവിളി ഉണ്ടാക്കും. അപ്പോൾ ആ രീതിയിൽ കൂടുതൽ സമ്മർദ്ദം ഈ വിഷയത്തിൽ കൊണ്ടുവരാമെന്ന് തന്നെയാണോ ഇറാനും ലക്ഷ്യമിടുന്നത്? ദിവ്യ, തീർച്ചയായിട്ടും ഇറാന്റെ പ്രതികരണങ്ങളും അത് തന്നെയാണ് തെളിയിക്കുന്നത്. ഇതൊരു ലോകയുദ്ധമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇത് പിന്നെ നേരിട്ടോ നേരിട്ടല്ലാതെയോ മിക്ക രാജ്യങ്ങളെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇറാന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ തുരുപ്പ് ചീട്ട് എന്നത് ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. കാരണം അതിലൂടെ ഒരു കപ്പലുകളും തങ്ങളുടെ അനുമതി ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് ഇറാനെ ഉറപ്പുവരുത്താൻ ഇപ്പോൾ പോലും സാധിക്കുന്നുണ്ട്. കാരണം അതിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിന്റെ കിടപ്പ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് പോലും ആ ഭാഗത്തേക്ക് വന്ന് ഇറാൻ എതിരായിട്ടുള്ള ഒരു സൈനിക നീക്കത്തിലോ മറ്റോ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഏർപ്പെടുക എന്നത് അതീവ ദുഷ്കരമായ ഒരു കാര്യമായിരിക്കും. അതല്ലെങ്കിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്കും ഒരുപക്ഷെ ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘകാല യുദ്ധത്തിലേക്കും കാര്യങ്ങൾ കൈവിട്ടു പോകും. അതുകൊണ്ട് അമേരിക്കയും കരുതലോടുകൂടി മാത്രമാണ് കാര്യങ്ങൾ നീക്കുന്നത്. തങ്ങളുടെ നിയന്ത്രണത്തിലും പരിമിതിയിലും നിന്നുകൊണ്ട് മാത്രമാണ് US സെൻട്രൽ കമാൻഡിന്റെ നീക്കങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്ന ഈ സാഹചര്യം ലോകരാജ്യങ്ങളെ കൊണ്ട് പിന്നെ പരമാവധി സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേൽ ചെലുത്താനും അതിലൂടെ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള വഴി തുറക്കാനും ലഭ്യമാകും. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇറാനും മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ടാണ് മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നടത്തിയ എല്ലാ നീക്കങ്ങളും പരാജയപ്പെടുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും പുലർത്തുന്ന ഈ സൈനികമായിട്ടുള്ള പിന്നെ അവരുടെ പിടിവാശി സ്വാഭാവികമായിട്ടും അത് മേഖലയെ വലിയ തോതിൽ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സമാധാന ചർച്ചയ്ക്കുള്ള സാധ്യത ഓരോ ദിവസം കഴിയുമ്പോഴും അതങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹോർമുസിന്റെ കാര്യത്തിൽ ഇറാനും അതുപോലെ തന്നെ ട്രംപും അമേരിക്കയും പിടിവാശി കാണിക്കുകയാണ്. നാവിക ഉപരോധം പിൻവലിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ട്രംപ്. അപ്പോൾ നാവിക ഉപരോധം പിൻവലിച്ചില്ല എങ്കിൽ തങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന കടുത്ത നിലപാടിൽ ഇറാനും നിലകൊള്ളുകയാണ്. എന്തായാലും ഇരു രാജ്യങ്ങളെയും സമവായത്തിൽ കൊണ്ടുവരാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിൽ തന്നെയാണ് മധ്യസ്ഥ രാജ്യങ്ങളുമുള്ളത്. MC നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്.